ഐറ്റിലെ വർഷേ Easy, tamam tamam okay. Easy easy tamam tamam. എന്താ ശബ്ദം? വാവ്, ലൈറ്റ് സൂപ്പറാണ്. നിന്റെ വഴുതനങ്ങ കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്, ക്ലാസ് ആയിട്ടുണ്ട്, സോ ഫോട്ടോജെനിക്. വേണ്ടാതെ ഞാൻ പറയുന്നോടാ, എന്റെ വഴുതനങ്ങയുടെ ഫോട്ടോ എടുക്കാൻ പെർമിഷൻ വേണം. കണ്ട ആ പൂപ്പകൾ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാനല്ല ഞാൻ എന്റെ വഴുതനങ്ങ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നേ. ഞാനൊരു നേച്ചർ ഫോട്ടോഗ്രാഫറാണ്. പ്രകൃതി എവിടെയുണ്ടോ അവിടെ ഞാനുണ്ടാവും. ഇത് പ്രകൃതിയല്ല, കൃഷി. കൃഷി എന്റെ വിയർപ്പിന്റെ ഫലമാടാ ഇത്. നിനക്കല്ലേലും എന്ത് തേങ്ങ അറിയാം. ഈ ക്ലിക്ക് ചെയ്യാൻ മാത്രമല്ലേ നിനക്കറിയൂ മണക്കോണാഞ്ച പൊട്ട. ക്ലിക്ക് ചെയ്യാൻ ടാലന്റ് വേണം. ആംഗിൾ, ഫോക്കസ്, പേഷ്യൻസ്, അതൊരു കലയാണ്. വാഴയുടെ കൊല മാത്രം അറിയാവുന്ന നിന്നോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ അധികം കിടന്ന് പ്രസംഗിക്കാതെ ദേ ആ പറക്കുന്ന കാക്കയുടെ പടം എടുക്കും. നിന്നെ കൊണ്ട് അതിനെ ഒക്കൂ. നീ പോടാ അലവലാതി. നിന്റെ ആ മത്തങ്ങ മാറ്റിയിട്ടാ. എന്റെ ഫ്രെയിമിൽ മുഴുവൻ നിന്റെ ഒരു ഉണക്ക കൃഷി മാത്രമേ ഉള്ളൂ. നിന്റെ ഫ്രെയിമിൽ എന്റെ മത്തങ്ങ വന്ന എന്താണ് കുഴപ്പം? അവന്റെ ഒരു ഉണക്ക ക്യാമറ. എടാ ഇത് ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറയാ. ഇതേ ടെക്നോളജിയാ, ടെക്നോളജി. നീ ഇങ്ങനെ 6-ാം നൂറ്റാണ്ടിലെ പോലെ മണ്ണ് കളിച്ചോണ്ട് നടന്നു. നീ പോടാ മരവാഴി. നീ ഇങ്ങനെ കോമാളിയെ പോലെ ഫോട്ടോ എടുത്ത് നടന്നു. അസൂയക്ക് മരുന്നില്ലടാ. ഞാൻ ലോകം ചുറ്റുമ്പോൾ നീ ഈ പറമ്പിലെ വാഴക്ക് തടം വെട്ടുന്നു. ഇത്ര ഉള്ളടാ നീ. ആ അസൂയയാ നിന്നെ കണ്ടിട്ടാ. ഓടാ കോമാളി. നിന്റെ ഈ ലോകം അപ്പുറത്തെ പറമ്പല്ലേടാ. നിന്റെ ആ ഉണക്ക ക്യാമറയിലെങ്ങാനും എന്റെ കൃഷി പകർത്താൻ നോക്കിയാ നിന്റെ ലെൻസ് അടിച്ചു പൊട്ടിക്കുന്നെ. ഇടപ്പാടുവാഴെ, ലോക വിജ്ഞാന ഭൂഷണമായ എന്നോടാ നിന്റെ ചിലക്കൽ. നിന്റെ ഈ ഉണക്ക പറമ്പ് എന്റെ ക്യാമറക്ക് ഒരു അപമാനമാണ്, അപമാനം. എന്നാ നീ ഇവിടുന്ന് പോക്കോടാ. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. തെണ്ടി അധികം വായിട്ടടിച്ചാൽ ഈ മതില് ചാടി വന്ന് നിന്നെ ഞാൻ തല്ലും. നിനക്കറിയില്ല ഈ സക്കറി ആരാണെന്ന്. ഈ മതില് നീ ചാടിയ നിന്നെ ഞാൻ എടുത്ത് കിണറ്റിലിടും. നീ ഇടോടാ. നിന്റെ ഈ തടംവെട്ടലുണ്ടല്ലോ, എനിക്ക് കാണുമ്പോ ചിരി വരും. ഒരുമാതിരി കോച്ചുവാദം പിടിച്ച പോലെ. ഇതിനേക്കാൾ നന്നായി എന്റെ വീട്ടിലെ മിക്സി കറങ്ങും. നീ നോക്കിക്കോടാ. എനിക്ക് ഈ പഞ്ചായത്തിലെ മികച്ച കർഷകൻ അവാർഡ് കിട്ടുന്നവരേ ഉള്ളൂ. നിന്റെയൊക്കെ ഈ വിഷമം. പിന്നെ നിന്റെ ഈ ഉണക്ക പറമ്പ് കണ്ട് അവാർഡ് തരാൻ അവർക്ക് വട്ടല്ലേ? എടാ, ഇത്തവണത്തെ മികച്ച കൃഷിക്കാരൻ അവാർഡ് ഈ പീലിപ്പോസ് തന്നെ വാങ്ങും. അത് കണ്ട് നീ തേങ്ങും. എടാ മൊണ്ണെ, അവാർഡ് കിട്ടണമെങ്കിൽ കൃഷി വേണം. വെറുതെ മണ്ണിളക്കിയിട്ടാ പോരാ. എന്റെ പറമ്പിലെ കൃഷി അവിടെ നിൽക്കട്ടെ സക്കറിയ. നീ വലിയ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആണെന്നല്ലേ പറയാറ്? എനിക്കറിയാം നിന്റെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്താണെന്ന്. പണ്ട് ആ തോട്ടുവക്കത്ത് നീ നടത്തിയ ഫോട്ടോഷൂട്ട് ഞാൻ നാട്ടുകാരോട് പറയണോ? നീ വലിയ ഫോട്ടോഗ്രാഫർ ചമനി ക്യാമറയും നോക്കി ആ തോട്ടുവക്കത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നത് ആരുടെ പടമെടുക്കാനായിരുന്നു? കുളിച്ച് പിടിച്ചതല്ലേടാ നീ. നിന്റെ നാട്ടുകാരെല്ലാം കൂടി പഞ്ഞി കിട്ടുന്ന ഓർമ്മയുണ്ടോ? നീ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ അവിടെ ഒരു അപൂർവ ഇനം കുളക്കോഴിയുടെ പടം എടുക്കാൻ നോക്കിയതാണ്. കുളക്കോഴിയോ? ഏതാടാ കുളക്കോഴി? അന്ന് നാട്ടുകാർ നിന്നെ പിടിച്ചപ്പോ നിന്റെ ക്യാമറയിൽ കുളക്കോഴി അല്ലായിരുന്നല്ലോ, തെക്കിയതിലെ ശാന്തി ആയിരുന്നില്ലേ? അവർ നിന്നെ ചെളിവെള്ളത്തിൽ മുക്കിയെടുക്കുന്നത് മറന്നോ? ഒരു ആർട്ടിസ്റ്റിന് ചിലപ്പോ ചില റിസ്കുകൾ എടുക്കേണ്ടി വരും. പ്രകൃതി അതിന്റെ നഗ്നമായ രൂപത്തിൽ പകർത്താനാണ് ഞാൻ ശ്രമിച്ചത്. നഗ്നമായ രൂപമോ? എടാ, അതിനെയാണ് ഒളിഞ്ഞു നോട്ടം എന്ന് മലയാളത്തിൽ പറയുന്നത്. അന്ന് ആ ചെളിയിൽ മുക്കിയെടുത്ത് നിന്നെ കാണാൻ ഒരു സ്ട്രീറ്റ് കൊരങ്ങനെ പോലെ ഉണ്ടായിരുന്നു. ഓഹോ, ഇതൊക്കെ പറഞ്ഞ് എന്നെ തളർത്താമെന്ന് നീ വിചാരിക്കണ്ട. നീ ഈ പഴയ കഥകൾ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുവാണോ? എന്നാ പീലിപ്പോസേ, നീയും ഒന്ന് കേട്ടോ. നീ ഈ പറമ്പിൽ ചാരവും ചാണകവും മാത്രം ഇടുന്നുള്ളെന്നല്ലേ നാട്ടുകാരോട് പറഞ്ഞ് പരത്തിയിരിക്കുന്നേ? ആ, അതിനെന്താ? ഞാൻ വിഷമില്ലാത്ത പച്ചക്കറികളാ ഉണ്ടാക്കുന്നേ. എങ്കിൽ ഈ ഫോട്ടോ ഒന്ന് നോക്കി. കഴിഞ്ഞ മാസം രാത്രി 12 മണിക്ക് ഈ തലയിൽ തോർത്തുകൊണ്ട് വിട്ട് രാഘവന്റെ കടയിൽ നിന്ന് വലിയ യൂറിയ ചാക്കും പൊട്ടാഷും മോഷ്ടിച്ചതല്ലേ എച്ചി? അത് നീ എങ്ങനെ കണ്ടു? ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ അല്ലേടാ. രാത്രിയിൽ ആകാശത്തിലെ കിക്കിരിച്ചുണ്ട നക്ഷത്രത്തെ എടുക്കാൻ വേണ്ടി ക്യാമറയും തൂക്കിപ്പിടിച്ചിരിക്കുമ്പോഴാ എന്റെ ലെൻസിലൂടെ നിന്റെ ഈ ഓർഗാനിക് കളി കണ്ടത്. യു ചീറ്റ്. യെസ്, ഐ ആം ചീറ്റ്. ഞാൻ ഇപ്പൊ പോകുന്നു, കാണാടാ. ഓടാ ഊച്ചാളി.
എടി ചേച്ചി, നീ ഇത് എന്തിരിപ്പാ ഇരിക്കുന്നേ? കോളേജ് കഴിഞ്ഞ് വന്ന ഈ ഗുഹക്കകത്ത് തന്നെ ഇരിക്കാനാണോ നിന്റെ പ്ലാൻ? വാ എന്റെ കൂടെ. എനിക്ക് വയ്യ സോന, നീ പൊക്കോ. എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. പിന്നെ ഒരു എഴുത്തുകാരി വന്നിരിക്കുന്നു. ഇങ്ങ് വാ, എനിക്ക് ആ മൂവണ്ടം മാവിലെ മാങ്ങ പറിക്കണം. ഒറ്റയ്ക്ക് പറ്റില്ല, നീയും വാ. നീ ഇത് ആരെയാ നോക്കുന്നേ? ആരെ നോക്കാൻ? നീ നടക്ക്. ദേ നോക്ക്, എത്ര മാങ്ങയാ. ദേ ആ അറ്റത്ത് നിൽക്കുന്ന വലിയ മാങ്ങ നോക്ക്, അതാണ് നമ്മുടെ ടാർഗറ്റ്. എടി ചേച്ചി, നീ എന്താ ഇങ്ങനെ കല്ല് പോലെ നിൽക്കുന്നേ? ബംഗാളിയെ പോലെ അനങ്ങി പണിയെടുക്ക്. നിന്നെ ഞാൻ പിന്നെ കൊണ്ടുവന്നത് സ്റ്റാച്ചു പോലെ നിൽക്കാനാ? ഹായ്, നല്ല പൊളി. എടി പക്ഷേ അത് ഞാൻ കണ്ടുവെച്ച മാങ്ങയാ. അയ്യടി, ഇങ്ങ് വാ, ഇതെന്റെയാ. നിന്നെ ഞാനിന്ന് കൊല്ലും. അയ്യോ, Drums on the track. നോക്കിയിടി, ഇതാരൊക്കെയാ? പീലിപ്പോസിന്റെ മകളും സക്കറിയയുടെ മോനും. കൊള്ളാം, നല്ല ചേർച്ചയാട്ടോ. ഇവർക്കിപ്പോഴും ആ പഴയ സ്വഭാവം മാറിയിട്ടില്ല അല്ലേടി? ആന്റി, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? എന്താടാ നിനക്കറിയണ്ടേ? അവനോട് ചൂടാവണ്ട മോനെ, ഞാൻ പറയാടാ. ഇവർ ജനിച്ചപ്പോ ഒരേ ആശുപത്രിയിൽ ഒരേ മുറിയിലായിരുന്നു. അന്ന് നഴ്സ് ഇവനെ എടുക്കാൻ നോക്കിയപ്പോ ഇവൻ ഇവളെ വിടാതെ അള്ളി പിടിച്ചു കിടക്കുമായിരുന്നു. അന്നേ കെട്ടിപ്പിടിച്ചു തുടങ്ങിയതാ ഇവൻ. പെണ്ണുമ്പിള്ളെ തോന്നിയാസം പറയരുത്. വഴിയിൽ ആരെ കണ്ടാലും ഇങ്ങനെ ഇല്ലാക്കഥ പറയലാണോ നിങ്ങളുടെ പണി? ഒരാൾ വീഴാൻ പോയപ്പോ പിടിച്ചതിനാണോ നിങ്ങൾ ഈ കടന്ന് തുള്ളുന്നത്? ഇടക്കേ ഇവനെ, നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഞങ്ങൾ സത്യമാ പറഞ്ഞേ. നീ ജനിച്ചപ്പോൾ ഇവളെ വിടാതെ നടന്നവനല്ലേ? ഇപ്പോഴും അത് തന്നെയാ കാണുന്നേ. പിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനൊന്നും കെട്ടിപ്പിടിച്ചിട്ടില്ല അവളെ. ഓ, എന്റെ മോന് എന്തൊരു ഓർമ്മശക്തി. വർഷ കൊച്ചിന് ആ കെട്ടിപ്പിടുത്തം ഇഷ്ടായ മട്ടും ഉണ്ടല്ലോ. ആണോ കൊച്ചേ? ഈ പണ്ടാര തള്ളമാരെല്ലാം വഷളാക്കും. ഇതെന്താടാ നിന്റെ മുഖമൊക്കെ ചുവന്നിരിക്കുന്നേ? കണ്ടിട്ട് അയൽക്കൂട്ടൻ ചേച്ചിമാർ നിന്റെ തലയിൽ കപ്പലണ്ടി വറുത്ത പോലെ ഉണ്ടല്ലോ. എന്റെ കൈ വാങ്ങണ്ടെങ്കിൽ പൊക്കോ, അവർക്ക് വട്ടാ. ഇടയ്ക്ക് പിന്നെ അവർ പറഞ്ഞ കേട്ടില്ലേ, പായയിൽ മുള്ളി തുടങ്ങിയപ്പോ മുതലുള്ള ബന്ധമാ നിങ്ങളുടേതെന്ന്. ഒരു ഉണക്ക ബന്ധം. ജനിച്ചപ്പോ ഏതൊരു മുറിയിൽ ഒരുമിച്ച് കിടന്നെന്ന് പറഞ്ഞ് വായി തോന്നുന്ന തുപ്പുന്ന ശവങ്ങൾ. എന്താടാ കുഞ്ഞാപ്പി, ഇവനെ കടന്നല് കുത്തിയോ? പലതും കുത്തിയിട്ടുണ്ട് അമ്മച്ചി. ചോദിക്കടാ അമ്മച്ചി. അയൽക്കൂട്ടൻ ചേച്ചിമാർ പറയുന്നു ഇവൻ ജനിച്ചപ്പോ അപ്പുറത്തെ വർഷയെ അള്ളിപ്പിടിച്ച് വിടാതെ കിടന്നു. എന്തിനാ ഇത്രയും കാലം ഇത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്? ഓ അതോ, അത് ഇവനെ അവളുടെ അടുത്ത് മാറ്റി കിടത്താൻ നോക്കിയിട്ട് ഇവൻ വിടുന്നുണ്ടായിരുന്നില്ല. അള്ളി പിടിച്ച് കിടന്ന് അലറുമായിരുന്നു. ലാസ്റ്റ് വീണ്ടും ചേർത്ത് കിടത്തിയപ്പോഴാ ആ അലർച്ച ഒന്ന് നിന്നത്. വെറുതെ അല്ല, ജനിച്ച സെക്കൻഡിൽ തന്നെ വർഷ ചേച്ചിയെ ലോക്ക് ചെയ്തല്ലേടാ നീ. വെറുതെ അല്ല, പറമ്പിൽ വെച്ച് ചേച്ചി വീഴാൻ പോയപ്പോ ഹീറോയെ പോലെ കയറി പിടിച്ചത്. പഴയ അള്ളിപ്പിടുത്തം ഇപ്പോഴും വിട്ടിട്ടില്ലല്ലേ? എന്താ കയറി പിടിച്ചെന്നോ? അയ്യോ, എനിക്കിനി ജീവിക്കണ്ടായേ. അമ്മച്ചി ഒന്ന് വായടക്കുന്നുണ്ടോ? അവൾ വീഴാൻ പോയപ്പോ സഹായിച്ചതാ, അതാണോ ഇത്ര വലിയ കാര്യം? അവളുമാരല്ലേ കണ്ടത്, ഇപ്പൊ നാട് മൊത്തം പാടല്. ഓ, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോണു. അവിടെ നിക്കടാ. ഞാൻ കേട്ടുവല്ല. അതെന്താടാ നിനക്ക്? തള്ളമാരെ ഒന്ന് കിട്ടാനായിട്ടാണോ അവളെ കയറി കെട്ടിപ്പിടിച്ചേ? നിന്റെ ടേസ്റ്റ് ഇതല്ലല്ലോ.
അപ്പൊ ഞാൻ പറഞ്ഞു കോയിൻസിഡൻസ് ആയിട്ട് നടന്നതാ അത്. അല്ലപ്പാ, അതുവരെ അവിടെ ഇല്ലാതിരുന്ന ഇവൻ വർഷ ചേച്ചി മാങ്ങ പൊട്ടിക്കാൻ വന്നപ്പോ മാത്രം എവിടുന്ന് പൊട്ടി മുളച്ചു. ശരിയാക്കി തരാട്ടോ. ശരിയാണല്ലോ, നീ എവിടുന്ന് പൊട്ടി വീണു? അപ്പാ, അപ്പനെങ്കിലും എനിക്ക് സപ്പോർട്ട് താ അപ്പാ. ഇല്ലടാ, ഞാനിവിടെ നിന്ന് കെട്ടിപ്പൂടിടാ എന്ന് പാടി നിന്നെ പ്രോത്സാഹിപ്പിക്കാം. അയ്യോ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാ കാണിക്കേ. മമ്മി മമ്മി, വർഷ ചേച്ചിനെ കെവിൻ ചേട്ടൻ കെട്ടിപ്പിടിച്ചു. ഞാൻ എന്തൊക്കെയായി കേൾക്കണേ? എനിക്ക് തല കറങ്ങുന്നു. സോനെ, ഒന്ന് പിടിച്ചിടി. മമ്മി, അതെന്നെ വീഴാൻ പോയപ്പോ പിടിച്ചതാ. നീ വീഴാൻ പോയപ്പോ പിടിക്കാൻ ഈ നാട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നോടി? നമ്മുടെ കുടുംബത്തിന്റെ അന്തകന്മാരവർ. എന്നിട്ടാണോ നീ അവന്റെ കയ്യിൽ തൂങ്ങി നിന്നത്? ഒന്ന് നിർത്തുന്നുണ്ടോ? അത് ഞാൻ ചോദിക്കുന്നതിന് ആൻസർ ഇതാ. ആ കെവിൻ ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നത് സത്യമാണോ? വർഷേ, അത് പഴയ കഥകളല്ലേ. ഞങ്ങള് മാറ്റാൻ നോക്കാനിട്ടല്ല. ആ ചെക്കൻ നിന്റെ കൈ വിടണ്ടേ? കൈ മാറ്റാൻ നോക്കിയാ അവൻ അലറി വിളിക്കും. ആ ചെകുത്താന്റെ വിത്തുമായി നിനക്ക് അന്ന് തുടങ്ങിയതാ ഈ ബന്ധം. അന്ന് തുടങ്ങിയ ആ പിടുത്തം ഇപ്പോഴും അവന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുവാണോ? ഓ മൈ ഗോഡ്, ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ അവൻ ചിലപ്പോ സഞ്ചരിച്ചേക്കാം. സൈക്കാട്രിയിൽ ഇതിനെ കെട്ടിക്കോമ ക്രൈയാലിയോ ഫോബിയ എന്ന് പറയും. എനിക്കെന്താ പറ്റി? പറമോളി, ഞാനെന്താ ഇപ്പൊ പറഞ്ഞേ? തേങ്ങാക്കൊല, അവൻ എന്നെ കയറി പിടിച്ചെന്നായിരിക്കും ഇപ്പൊ ആ പെണ്ണുമ്പിളമാർ പറഞ്ഞു വരുത്തുക. പറ വർഷ, അവൻ അള്ളിപ്പിടിക്കാൻ ഉപയോഗിക്കുന്ന ആ കൈയും കാലും ഞാൻ വെട്ടിക്കൊണ്ടുവരട്ടെ? എന്റെ മോളൊരു വാക്ക് പറഞ്ഞാ മതി. വേണ്ട, സമയമാവട്ടെ. ഓ ഭാഗ്യം, ഒരു നിമിഷം യെസ് പറയുമെന്ന് ഞാൻ ഭയന്നു. വാഴക്കൊല മാത്രം വെട്ടാൻ അറിയുന്ന ഞാൻ അങ്ങോട്ട് ചെല്ലാൻ താമസമേ ഉള്ളൂ. വടിയാക്കി അവൻ ഇങ്ങോട്ട് പറഞ്ഞു വിടും. ഷോ, എടാ കുഞ്ഞാപ്പി, നീ പറ, അമ്മച്ചീനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അമ്മച്ചി ക്ലോസ് ആവാൻ പോവാടാ അടുത്ത് തന്നെ. ഇത് ഇതുവരെ തീർന്നില്ലേ? എന്റെ കെവിൻ മോനെ, സത്യം പറയടാ, നീ വേണമെന്ന് വെച്ചൊന്നും കെട്ടിപ്പിടിച്ചതല്ലോ. ഇല്ല അമ്മച്ചി, ഞാൻ കെട്ടിപ്പിടിച്ചില്ല, വെറുതെ പിടിച്ചുള്ളൂ. എന്നാലും പിടിച്ചേ. ആ, ഇപ്പഴാ ഒരു സമാധാനമായേ. അവാടോ ദിവാകര, എന്തായി? സാറേ, കുറെ നല്ല ചെക്കന്മാർ വന്നിട്ടുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. താൻ നോക്കിക്കോ, അവൾ തൽക്കാലം അറിയണ്ട. എങ്കിലും പെൺമക്കളാവുമ്പോ തന്തമാർക്ക് ഒരാധികം. നല്ലൊരു കുടുംബത്തിൽ പിടിച്ച് ഏൽപ്പിച്ചില്ലേ. ഞാൻ എല്ലായിടത്തും കാര്യം പറഞ്ഞ് അവതരിപ്പിക്കാം. ഒരാഴ്ചക്കുള്ളിൽ അഭിപ്രായം അറിയിക്കാം. താൻ നോക്ക്, നല്ലത് ഒത്തുവന്നാ നമുക്ക് ഉറപ്പിച്ചു വെക്കാമല്ലോ. 2-3 കൊല്ലം കഴിഞ്ഞാലും കെട്ട് നടത്തിയാ പോരെ. ശരി, എന്നാ പോയിട്ട് വരാം. ഹലോ, ഇതാര്? കെവിൻ മോനല്ലേ? അപ്പൻ എന്തേടാ? നിനക്ക് നല്ലൊരു ആലോചന എന്റെ കയ്യിലുണ്ട്. നല്ല തറവാട്ടുകാരാ, ഡോക്ടറാ പെണ്ണ്. നിങ്ങൾക്ക് എന്നതിന്റെ കേടാ അയാളുടെ ഒരു ആലോചന? എനിക്കൊന്നും കേട്ടണ്ട. ഈ ജന്മം ഞാൻ കേട്ടില്ല. ഈ ജന്മത്തിൽ ഈ കെവിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. ഈ കൊച്ചൻ എന്തൊക്കെയായി പറയണേ? ഇതാര്? ദിവാകരനോ? എന്തായടോ? കെവിൻ മോന് കല്യാണമൊന്നും വേണ്ടെന്ന്. നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തോടെ ചേച്ചിയാരെ? കല്യാണപ്രായമൊക്കെ ആയല്ലോ ഇവന്. ഓ, ഈ വീട്ടിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ഇവനാ. തൽക്കാലം കെട്ടാതിരിക്കുന്നത് തന്നെയാ നല്ലത്. എബിമോനെ, മോനും ഉണ്ട് ചേട്ടന്റെ കയ്യിൽ ആലോചന. അയ്യോ, എന്താ ദിവാകര നിങ്ങളീ പറയണേ? അവൻ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞാപ്പിയാ, ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ. ഇവന് ചേട്ടായിയെ പേരിനിരിക്കാൻ ഒരു നിമിഷം പോലും കഴിയില്ല. കല്യാണം നോക്കുന്നുണ്ടേ അറിയിക്കേ. മണി പോലത്തെ പെൺപിള്ളേരെ ഈ ദിവാകരൻ കൊണ്ടുവരും. പോട്ടെ. അമ്മച്ചി, ഉണ്ണി വളരുന്നത് അമ്മച്ചി അറിയുന്നില്ല എന്നതാണ് സത്യം. ഇന്നലെ വരുമ്പോൾ അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ. നാശിപ്പിച്ചു. മിണ്ടാതിരിക്കോ മിസ്റ്റർ. ഉണ്ണിയെ തെക്കോട്ടെടുക്കാറായി. അമ്മേ. വാവച്ചി പിണങ്ങിയോ? ഞാൻ കണ്ടായിരുന്നു. അമ്മച്ചി എനിക്ക് കല്യാണപ്രായം ആയില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ മുത്തിന്റെ മുഖം സാഡാവുന്നേ. എന്താ ഏട്ടായി, നിങ്ങളുടെ വീട്ടിൽ എല്ലാരും ഏട്ടായിയെ കുഞ്ഞാപ്പി ആയി കാണുന്നേ? എന്നെ വാവച്ചി വിഷമിക്കണ്ട. നാട്ടുകാർക്ക് ഞാനൊരു കുഞ്ഞാപ്പി ആയിരിക്കും. പക്ഷെ എന്നെ വാവച്ചിക്ക് വേണ്ടി ഞാൻ വല്യാപ്പിയാകും. വല്യാപ്പി. ഏട്ടായി, എനിക്ക് ഏട്ടായിയെ കാണണം. ഏട്ടായി വരോ? മമ്മി കടയിൽ പോയേക്കുവാ. പപ്പ ഇപ്പൊ പുറത്തേക്ക് പോവും. അപ്പൊ വർഷേച്ചി? ഓ, അത് പുറത്തിറങ്ങില്ല. കർട്ടനും ക്ലോസ് ചെയ്ത് റൂമിൽ തപസിരിക്കുവാ. വാ ഏട്ടായി.
പപ്പ പോയി, വേഗം വാ. ദാ വന്നു. ചേട്ടാ പേഴ്സ് എടുക്കാൻ മറന്നല്ലോ. നീയോ? നീ എന്താ ഇവിടെ? നിങ്ങളുടെ ക്ലോസറ്റിൽ ഉപ്പുണ്ടോ? നീ വന്ന് നക്കി നോക്ക്. നിന്റെ വായിൽ പല്ലുണ്ടോ? നീ ജബ്ബാസ് അല്ലേടാ? ഓഹോ, എല്ലാ വീട്ടിലെയും ക്ലോസറ്റ് തപ്പി നടക്കാനാണോ നിന്റെ പണി? ഹാ ആ സക്രിയുടെ വിത്തല്ലേ, അതേ കാണും. സോറി അങ്കിൾ, ഇത് കോളേജിലെ പ്രോജക്റ്റാ. ഏത്? ഈ ക്ലോസറ്റിലെ ഉപ്പ് തപ്പലോ? അതെ, പെട്ടെന്നൊരു സാഹചര്യത്തിൽ പെട്ടുപോയതാ. പോട്ടെ. മേലാൽ ഉപ്പും മഞ്ഞളോ എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഇവിടെ കണ്ട. എന്താ അവിടെ നടന്നേ? ഇത്രയും ബഹളങ്ങൾ ഉണ്ടായിട്ടും അവൾ എനിക്കൊരു ഐ കോണ്ടാക്ട് തന്നില്ല. വൈ? അവൾ എന്തായിരിക്കും ഇതിന്റെ കണ്ണുകളെ നോക്കാൻ ഭയക്കുന്നേ? ആ കിസ്, ഇനി അവൾ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ടാവോ? അതാണോ ഇങ്ങനെ മുഖത്തേക്ക് നോക്കാതിരിക്കുന്നേ? എനിക്കറിയണം, എത്രയും പെട്ടെന്ന്. ഇതെന്താ അവിടെ ഒരു ആൾക്കൂട്ടം? ആ തേണ്ടി തട്ടിപ്പോയോ? അപ്പ ഞാൻ ഇവിടെ വന്നിരുന്നേ. എന്നാ ഇത് പിടിക്ക്. നെഞ്ചുവേദനക്കുള്ളതും BP-ക്കുള്ളതും. എടാ, എനിക്ക് എന്തിനാ ഇതൊക്കെ? എനിക്ക് നെഞ്ചുവേദന ഒന്നും ഇല്ലടാ മോനെ. ഇല്ലെങ്കിൽ ഇപ്പൊ വന്നോളൂ. അപ്പുറത്ത് ഫിലിപ്പോസ് അങ്കിളിന് മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടി. എന്റെ ഈശോയെ. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ? ഞാനിത് വിശ്വസിക്കില്ല. അവൻ കാശ് കൊടുത്ത് വാങ്ങിയതാ. ചേട്ടാ, ആ പറമ്പ് തീയിട്ടാലോ? അവന്റെ അഹങ്കാരം കാണാൻ എനിക്ക് വയ്യ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഡാഡാ, കണ്ടോടാ എന്ത് പറയുന്നു? കാശ് കൊടുത്ത് വാങ്ങിയതാണെന്ന് ഈ നാട്ടിലെ പട്ടിക്ക് വരെ അറിയാം. പോടാ, നീ പോടാ. നീ പോയി ആ തെങ്ങിലെ ഉണങ്ങിയ തേങ്ങയുടെ പടം എടുക്കും. അപ്പന് വേറെ പണിയില്ലേ? കണ്ട കടയിൽ നിന്നും ട്രോഫി വാങ്ങിക്കൊണ്ട് വന്ന് പ്രഹസനം കണ്ടു നിൽക്കാൻ. നീ അധികം വായ തുറക്കണ്ട, കേട്ടോടാ. നിന്റെ 2 മക്കളെയും എനിക്കറിയാടാ സക്കറിയെ, പ്രത്യേകിച്ച് ഈ മൂത്തവൻ. ഇവൻ എന്റെ മോളെ ഹോസ്പിറ്റലിൽ അള്ളിപ്പിടിച്ച് കിടന്ന കഥയൊക്കെ നാട്ടിലെ പാട്ടാ. ഇവനെ നീ ആദ്യം അടക്കി നിർത്തൂ. എന്റെ മോനെ അള്ളിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ മിടുക്ക്. നിന്റെ മോൾക്ക് അന്ന് അവനെ തള്ളി മാറ്റായിരുന്നില്ലേ? ചേടാ, കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. തള്ളാനോ ആ പ്രായത്തിലോ? നീ പോടാ മണ്ണുണ്ണി. ഇതാര്? അച്ഛനോ? എടിയേ, ദേ നമ്മുടെ അച്ഛൻ വന്നിരിക്കുന്നു. കേറിയിരിക്കാച്ചോ. ഇവനെന്താ ഇവിടെ? എന്താണ് സക്കറിയ, സുഖമാണോ? നമ്മുടെ ഫിലിപ്പോസിനെ മികച്ച കർഷകൻ അവാർഡ് കിട്ടിയത് അറിഞ്ഞായിരുന്നോ? അതിന്റെ ഒരു ചെറിയ വിരുന്നുണ്ട്. നിന്നെയും കൂടി ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. ഓ എന്റെ അച്ചോ, ഇവൻ പഞ്ചായത്ത് പ്രസിഡന്റിന് വാഴക്കൊല കൊടുത്ത് വാങ്ങിയ അവാർഡാണത്. അലവലാതി തെമ്മാടിത്തരം പറയുന്നോ? എന്റെ കഴിവാടത്. സക്കറിയ, വഴക്കെല്ലാം മാറ്റിവെക്കണം. നാളെ ഒരു ദിവസത്തേക്ക്. നിനക്ക് വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ നീ വന്നാ മതിയടാ. അവന്റെ ഒരു അഹങ്കാരം. ഞങ്ങള് വന്നോളാം അച്ചോ. നീ എന്താ ഈ പറയണേ? നിങ്ങളൊന്ന് അടങ്ങ്. അച്ഛനെ പിണക്കാൻ പറ്റില്ല. അടുത്ത പഞ്ചായത്തിലെ റേഷൻ കട മുതലാളിമാരെ പരിചയപ്പെടുത്തി തരാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. അതുകൊണ്ട് നമുക്ക് പോണം. ഞങ്ങൾ വന്നേക്കാച്ചോ. എടക്കേ വിനെ, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അച്ഛൻ പറഞ്ഞതല്ലേ വേഗം പോയി റെഡിയാവും. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. അതെന്താടാ കേവിനെ? അവിടെ പോത്തുണച്ചയും നല്ല അപ്പവും ഉണ്ടെന്നാ കേട്ടെ. പോരാത്തതിന് വർഷ ചേച്ചി പുതിയ സാരിയൊക്കെ കൊടുത്ത് അവിടെ വരുമെന്ന് ഒരു റൂമറുണ്ട്. ചേട്ടായി വന്നില്ലേ? ചേച്ചി അപ്സെറ്റ് ആവില്ലേ? നമ്മുടെ ശത്രുവിന്റെ വീട്ടിൽ പോയി ആഹാരം കഴിക്കാൻ എനിക്ക് വയ്യ. എന്റെ ആത്മാഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. ആത്മാഭിമാനം അവിടെ നിൽക്കട്ടെ. അച്ഛൻ വന്ന് വിളിച്ചത് കൊണ്ടാ നമ്മൾ പോകുന്നേ. നീ വന്നില്ലെങ്കിൽ അച്ഛൻ എന്ത് വിചാരിക്കും? അപ്പാ, ഇവന്റെ കെട്ടിപ്പിടുത്തം കഥ പാട്ടായതുകൊണ്ടായിരിക്കും വരാൻ മടി. ഓവർ ആവില്ലേ? ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. ഞാൻ എവിടെ ഇരുന്ന് കപ്പയും ചമ്മന്തിയും തിന്നോളാം. ഇടയ്ക്ക് ഇവനെ, നീ വന്നില്ലെങ്കിൽ സക്രിയയുടെ മകൻ പേടിച്ചൊളിച്ചിരിക്കുന്നത് നാട്ടുകാർ പറയില്ലേ? അത് കേൾക്കണം നിനക്ക്. നീ ധൈര്യമായിട്ട് വാ. നിനക്ക് ഫുഡ് വേണ്ടെങ്കിൽ വേണ്ട. അവിടെ ചെന്ന് ഒന്ന് മുഖം കാണിച്ചിട്ട് നമുക്ക് പോരാം. ഇതെന്താ, ഞാൻ വല്ല സിനിമാ നടനുമാണോ മുഖം കാണിക്കാനായിട്ട്? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല. ചേടാ, ഇത് കുരിശായല്ലോ.
പോരാളിയെ തന്നെ ഇറക്കേണ്ടി വരും. മോനെ, നീ വരുന്നില്ലേ വിരുന്നിന്? ഞാനില്ല അമ്മച്ചി, എന്നെ നിർബന്ധിക്കരുത്. നീ വരുന്നില്ലെങ്കിൽ ഞാനും വരുന്നില്ല. ആ ഫിലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് അവൻ വെച്ചു വിളമ്പുന്ന ആഹാരം ഞാൻ എങ്ങനെയാടാ ഒറ്റക്ക് കഴിക്കുന്നേ? എന്റെ മകൻ ഇവിടെ കപ്പയും ചമ്മന്തിയും തിന്നിരിക്കുമ്പോ എനിക്ക് ആ പോത്തിറച്ചി തൊണ്ടയിൽ നിന്ന് ഇറങ്ങുമോ? അമ്മച്ചിക്ക് അറിയാവുന്നതല്ലേ, ആ പെണ്ണുമ്പിളമാരൊക്കെ ഉണ്ടാവും അവിടെ. വെറുതെ ഓരോന്ന് പറഞ്ഞു വേണ്ട. നിനക്ക് നാണക്കേടാണെങ്കിൽ നീ എന്റെ കൂടെ നിന്നാ മതി. നീ വന്നില്ലെങ്കിൽ ഇന്ന് മുഴുവൻ പച്ചവെള്ളം ഞാൻ കുടിക്കില്ല. അമ്മയുടെ വയറ് കത്തുന്നത് നീ കണ്ടു നിൽക്കോ? അമ്മച്ചി, ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ. ഓ ശരി, ഞാൻ വന്നോളാം. അതിന്റെ പേരിൽ ഇനി ആരും ഇവിടെ പട്ടിണി കിടക്കണ്ട. എടമക്കളെ, ആ ഫിലിപ്പോസിന്റെ വിരുന്നിനെ അവിടെ ചെന്ന് ആരും അധികം വലിച്ചു വാരി തിന്നരുത്. ഷോ, എനിക്ക് ഇപ്പോ തന്നെ ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. കൊല്ലും ഞാൻ. അവിടെ ചെന്ന് എന്റെ വയറിന് നല്ല സുഖമില്ലെന്ന് ഞാൻ പറയും. നീ കട്ടൊക്കെ കൂടെ നിന്നോളണം. അപ്പാ, ഇതെന്റെ വേഷം കേട്ടാ. അച്ഛൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ പോകുന്നേ. ഇങ്ങനൊക്കെ ചെയ്യുന്നത് മോശമല്ലേ? ഒരു മോശവും ഇല്ല. അല്ലേലേ അവന്റെ ഭക്ഷണം കഴിച്ചാ എന്റെ വയറ് ചീത്തയാകും, അത് ഉറപ്പാ. നീ നോക്കിക്കോ, ഞാൻ അവിടെ ചെന്ന് ഓരോ വായ കഴിക്കുമ്പോഴും മുഖം ചുളിക്കും. അപ്പോൾ ആളുകൾ ചോദിക്കും എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പഠിപ്പിച്ച പോലെ പറഞ്ഞേക്കണം. അപ്പ അല്ലേലേ അവർക്ക് നമ്മളെ കണ്ടൂടാ. ഇതെങ്ങനെ അവരറിഞ്ഞ ചോരപ്പോൾ ഒഴുകും. നീ മിണ്ടാതിരിയടാ. അവൻ കാശ് കൊടുത്ത് അവാർഡ് വാങ്ങിയെങ്കിൽ എന്റെ ഈ വയർ വെച്ച് ഞാൻ അവനെ തോൽപ്പിക്കും. Easy, come on, okay. Easy, easy, come on, come on. Easy, easy, come on. Come on. Easy, easy, come on. Easy, easy, come on. ഇതെന്താ കാടോ? മാർക്കറ്റ് ഫുള്ള് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ തെണ്ടി. തക്കാളി മുതൽ തേങ്ങാക്കൊല വരെയുണ്ട്. ഉളുപ്പില്ലാത്ത തെണ്ടി. എന്തായാലും ആദ്യം ഫുഡ് കഴിക്കാം. നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്യണ്ടേ? ഇടയ്ക്കെവിനി നീ വരുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. கடவுளே கடவுளே மீண்டும் நான் பிறந்து விட்டேன் உன்னாலே கனவிலே கனவிலே வாழ்ந்திட தொடங்கி விட்டேன் தன்னாலே Girl, you saved me, you brought me back again. I gotta worship you cause of you I'm here again. Nah, 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 without ഇവൻ ആരെ കണ്ണൂരിട്ട് പേടിപ്പിക്കുന്നു? ഊച്ചാളി, കാണിച്ച് തരാടാ. അപ്പൻ എന്തായി കാണിക്കുന്നേ? നമ്മുടെ പ്ലാൻ മറന്നു. ഒന്നും മിണ്ടാതിരിയടാ. ഒടുക്കത്തെ ടേസ്റ്റ്. ഇത്രയും നല്ല ഇറച്ചി കിട്ടിയിട്ട് അത് കളയാൻ എനിക്ക് പ്രാന്തല്ലേ? പ്രതികാരം നമുക്ക് നാളെ ചെയ്യാൻ മോനെ. അടിപൊളി. ആ സാധനം എന്തേ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇനി എബി പറഞ്ഞ പോലെ സാരിയോട് താരിക്കോ വരുന്നേ? ഞാനെന്തിനാ ഇപ്പൊ ഇതൊക്കെ ചിന്തിക്കുന്നേ? അവൾ എന്തെങ്കിലും ഇട്ടോണ്ട് വരട്ടെ. ഇനിയിപ്പോ ഒന്നും ഇട്ടോണ്ട് വന്നില്ലേ ഞാൻ നോക്കില്ല. അവനല്ലേ പറഞ്ഞത് ഇവൾ സാരി കൊടുത്താ വരുന്നതെന്ന്? ഇതിപ്പോ ആ പഴയ കോലം തന്നെയാണല്ലോ. അല്ല, ഇവളുടെ കയ്യിൽ നിന്ന് ഞാനത് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ഈ ഡ്രസ്സിലും അവൾക്ക് വല്ലാത്തൊരു ഗമയുണ്ട്. തന്നക്കാണ് അവാർഡ് കിട്ടിയതെങ്കിലും അതിന്റെ ജാട മുഴുവൻ ഇവൾക്കാണല്ലോ. വീണ്ടും എനിക്ക് ഐ കോണ്ടാക്ട് തരുന്ന നിമിഷം ഇവളെന്താ പാനിക് ആവുന്നേ? നീ എന്നിൽ നിന്ന് എന്തിനാ ഇങ്ങനെ ഓടി ഒളിക്കുന്നേ? ഓഹോ, അപ്പൊ നിനക്ക് ചിരിക്കാൻ അറിയാം അല്ലേ? എന്ത് കോൺഫിഡന്റോടെയാ അവന്റെ കണ്ണിൽ നോക്കി അവളെ സംസാരിക്കുന്നേ.
ഓ കോപ്പ്, ഇതൊക്കെ ഞാൻ എന്തിനാ കണ്ടു നിൽക്കുന്നത്? എനിക്ക് കുറച്ച് നല്ല വായി ശ്വസിക്കണം. Where is she? സോന, വർഷ എവിടെ? ചേച്ചി തലവേദനയാണെന്ന് പറഞ്ഞ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയോ? ഓക്കെ. നീ എന്താ ഇവിടെ? We need to talk. എനിക്കൊന്നും സംസാരിക്കാനില്ല, ഇറങ്ങിപ്പോ. No, I want to know. നീ എന്താ എനിക്ക് ഐ കോണ്ടാക്ട് തരാത്ത എന്ന്? നീ ഇവിടെ വരാൻ പാടില്ല. ഇത് എന്റെ റൂമാ. ഞാനിവിടെ എത്ര വട്ടം വന്നിരിക്കുന്നു. നീ എന്താ പറഞ്ഞേ? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ബട്ട് ആദ്യം നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ എന്ന് എനിക്കറിയണം. വേറെ ആരോടും നിനക്ക് ഈ പ്രശ്നം ഇല്ലല്ലോ. അന്ന് കോളേജിൽ വെച്ച് നിന്റെ കണ്ണ് നിറഞ്ഞത് എന്തിനാ? വർഷ, ഐ എം ആസ്കിംഗ് ടു യു, ഡു യു ഹാവ് ഫീലിംഗ്സ് ഫോർ മീ? നിനക്ക് എന്നോട് ഫീലിംഗ്സ് ഉണ്ടോ? നീ എന്താ എപ്പോഴും ഞാൻ എന്ത് ചോദിച്ചാലും മിണ്ടാതെ നിൽക്കുന്നേ? വാ തുറന്ന് പറയടി.